ഒക്ടോബർ 1-ന് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പും ശേഷവും നിരവധി ഒഴിവ് ദിവസങ്ങൾ വരുന്നതിനാൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്നാണ് BJPയുടെ ആവശ്യം. അതിനിടെ ഹരിയാന നിയമസഭ 90-അംഗ നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ഒപ്പീനിയൻ പോൾ സർവേ പുറത്തു വന്നിരിക്കുകയാണ്. ഈ സർവേയിൽ ഏതെല്ലാം ജില്ലയിൽ എത്രയെല്ലാം സീറ്റുകൾ ഏതെല്ലാം മുന്നണികൾ നേടുമെന്നാണ് പറയുന്നത്. ആദ്യം പറയുന്ന ജില്ല പൽവാലാണ്. പൽവാലിൽ 3 സീറ്റാണുള്ളത്. 3 സീറ്റിൽ 1 സീറ്റ് BJP സഖ്യവും 2 സീറ്റ് കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഫത്തേഹാബാദാണ്. ഫത്തേഹാബാദിൽ 3 സീറ്റുകളാണുള്ളത്. 3-ൽ 3ഉം കോൺഗ്രസ് സഖ്യം നേടാനാണ് സാധ്യത. BJPക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ജിന്ദാണ്. ജിന്ദിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റ് BJP സഖ്യവും 3 സീറ്റ് കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തത് സോനിപത്താണ്. സോനിപത്തിൽ 6 സീറ്റുകളാണുള്ളത്. 6-ൽ 2 സീറ്റ് BJP സഖ്യവും 3 സീറ്റ് കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് INLDയും നേടാനാണ് സാധ്യത. അടുത്തത് പാനീപത്താണ്. പാനീപത്തിൽ 4 സീറ്റാണുള്ളത്. 4 സീറ്റിൽ 2 സീറ്റ് BJP സഖ്യവും 2 സീറ്റ് കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തത് കർണാലാണ്. കർണാലിൽ 5 സീറ്റുകളാണുള്ളത്. 5-ൽ 2 സീറ്റ് BJP സഖ്യവും 2 സീറ്റ് കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് INLDയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കൈതാലാണ്. കൈതാലിൽ 4 സീറ്റുകളാണുള്ളത്. 4-ൽ 2 സീറ്റ് BJP സഖ്യവും 2 സീറ്റ് കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കുരുക്ഷേത്രയാണ്. കുരുക്ഷേത്രയിൽ 4 സീറ്റുകളാണുള്ളത്. 4-ൽ 1 സീറ്റ് BJP സഖ്യവും 3 സീറ്റ് കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല യമുനാനഗറാണ്. യമുനാനഗറിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റിൽ 2 സീറ്റ് BJP സഖ്യവും 2 സീറ്റ് കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തത് അംബാലയാണ്. അംബാലയിൽ 4 സീറ്റുകളാണുള്ളത്. 4-ൽ 2 സീറ്റ് BJP സഖ്യവും 2 സീറ്റ് കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല പഞ്ച്കുലയാണ്. പഞ്ച്കുലയിൽ 2 സീറ്റുകളാണുള്ളത്. 2-ൽ 2ഉം കോൺഗ്രസ് സഖ്യം നേടാനാണ് സാധ്യത. BJPക്കോ മറ്റുള്ളവർക്കോ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തത് ഫരീദാബാദാണ്. ഫരീദാബാദിൽ 6 സീറ്റുകളാണുള്ളത്. 6-ൽ 2 സീറ്റ് BJP സഖ്യവും 3 സീറ്റ് കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് INLDയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഗുഡ്ഗാവാണ്. ഗുഡ്ഗാവിൽ 4 സീറ്റുകളാണുള്ളത്. 4-ൽ 1 സീറ്റ് BJP സഖ്യവും 3 സീറ്റ് കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല നൂഹ് ജില്ലയിൽ 3 സീറ്റുകളാണുള്ളത്. 3-ൽ 1 സീറ്റ് BJP സഖ്യവും 2 സീറ്റ് കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ചർക്കിദാദറാണ്. ചർക്കിദാദറിൽ 2 സീറ്റാണുള്ളത്. 2 സീറ്റിൽ 1 സീറ്റ് BJP സഖ്യവും 1 സീറ്റ് കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഭിവാനിയാണ്. ഭിവാനിയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റിൽ 2 സീറ്റ് BJP സഖ്യവും 2 സീറ്റ് കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഹിസാറാണ്. ഹിസാറിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റിൽ 1 സീറ്റ് BJP സഖ്യവും 5 സീറ്റ് കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് INLD BSP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല രേവാരിയാണ്. രേവാരിയിൽ 3 സീറ്റുകളുള്ളത്. 3 സീറ്റിൽ 2 സീറ്റ് BJP സഖ്യവും 1 സീറ്റ് കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല സിർസയാണ്. സിർസയിൽ 5 സീറ്റുകളുള്ളത്. 5 സീറ്റിൽ 3 സീറ്റ് കോൺഗ്രസ് സഖ്യവും 2 സീറ്റ് BSP INLD സഖ്യവും നേടാനാണ് സാധ്യത. അവിടെ BJP സീറ്റുകളൊന്നും നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല റോഹ്തക്കാണ്. റോഹ്തക്കിൽ 4 സീറ്റുകളാണുള്ളത്. 4-ൽ 4ഉം കോൺഗ്രസ് സഖ്യം നേടാനാണ് സാധ്യത. BJP സഖ്യത്തിനോ INLD സഖ്യത്തിനോ സീറ്റുകളൊന്നും നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ജജ്ജാറാണ്. ജജ്ജാറിൽ 4 സീറ്റുകളുള്ളത്. 4-ൽ 4ഉം കോൺഗ്രസ് സഖ്യം നേടാനാണ് സാധ്യത. അവിടെയും BJP സഖ്യത്തിനോ INLD സഖ്യത്തിനോ സീറ്റുകളൊന്നും നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല മഹേന്ദ്രഗഡാണ്. മഹേന്ദ്രഗഡിൽ 4 സീറ്റുകളാണുള്ളത്. 4-ൽ 2 സീറ്റ് BJP സഖ്യവും 1 സീറ്റ് കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് INLD BSP സഖ്യവും നേടാനാണ് സാധ്യത. 90-അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിനായി ആവശ്യമുള്ളത് 46 സീറ്റുകളാണ്. BJP 30 സീറ്റും കോൺഗ്രസ് 53 സീറ്റും INLD BSP സഖ്യം 7 സീറ്റുകളും നേടാനാണ് സാധ്യത എന്നാണ് ഈ സർവേയിൽ പറയുന്നത്.